കടം വേണോ? ലോകോത്തര ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് ടി വി, സ്മാർട്ട് വാച്ച്, ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ. ജ്യോതി മൊബൈൽസ്, ഏരൂർ. നിങ്ങളെല്ലാവരും എനിക്ക് വോട്ട് തന്ന് സഹായിക്കണം. അപ്പോൾ എൻ്റെ പ്രവർത്തനങ്ങളും എൻ്റെ കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്കറിയാം. നിങ്ങൾക്ക് എന്നെ അറിയാം, എനിക്ക് നിങ്ങളെ അറിയാം. ഇപ്പോൾ അവരെന്നെ മാനസികമായി ഇത്രത്തോളം എന്നെ വെറുപ്പിക്കുകയും നിങ്ങൾക്കറിയാമല്ലോ, കഴിഞ്ഞ 10 വർഷത്തിന് മുമ്പ് ഞാൻ നിങ്ങളുടെ വാർഡിലെ ഒരു അംഗമായിരുന്നു. നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്ത് ഞാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് നമ്മുടെ വാർഡിന് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നു. എന്നിട്ട് നമ്മൾ ഒരിക്കലും കോൺഗ്രസിനെ വിടാതെ കോൺഗ്രസിൽ തന്നെ ഉറച്ചു നിന്നു. എൻ്റെ ഹസ്ബൻഡിനെ നിങ്ങൾക്കറിയാം, ഇടുക്കളയെന്ന് പറഞ്ഞാൽ എല്ലാവരും അറിയുന്ന മനുഷ്യൻ. അലയമൺ പഞ്ചായത്തിലെ ചണ്ണപ്പെട്ട വാർഡിൽ ഇടതുമുന്നണിക്ക് അപ്രതീക്ഷിത സ്ഥാനാർത്ഥി. പ്രദേശത്തെ കോൺഗ്രസ് കുടുംബാംഗവും മുൻ ഗ്രാമപഞ്ചായത്ത് അംഗവുമായിരുന്ന ഷൈല ഇടിക്കുളയാണ് ഇടതു സ്ഥാനാർത്ഥിയായി ചണ്ണപ്പെട്ട വാർഡിൽ മത്സരിക്കുന്നത്. ഒരു കാലത്ത് അലയമൺ മേഖലയിൽ കോൺഗ്രസിന്റെ എല്ലാമായിരുന്ന മുൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കൂടിയായ അന്തരിച്ച MG ഇടിക്കുളയുടെ ഭാര്യയാണ് ഷൈല ഇടിക്കുള. കഴിഞ്ഞ ദിവസം ചണ്ണപ്പെട്ട വാർഡിലെ സ്ഥാനാർത്ഥി നിർണയിക്കുന്നതിനായി കോൺഗ്രസ് പ്രത്യേക യോഗം ചേർന്നിരുന്നു. എന്നാൽ അവസാന നിമിഷം ഷൈല ഇടിക്കുളയുടെ പേര് ഉയർന്നു കേട്ടെങ്കിലും പിന്നീട് മറ്റൊരാളെ പരിഗണിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. ഇതോടെ കോൺഗ്രസിലെ തന്നെ ഒരു വിഭാഗം ഷൈല ഇടിക്കുളയ്ക്ക് സീറ്റ് നൽകണമെന്നാവശ്യപ്പെട്ട ഇടതുമുന്നണി നേതാക്കളെ സമീപിക്കുകയായിരുന്നു. സ്ഥലത്തെത്തിയ G പ്രമോദ്, ഷാജി അടക്കമുള്ള ഇടതു നേതാക്കൾ ഷൈല ഇടിക്കുളയുമായി ചർച്ച നടത്തുകയും ഇടതു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ തീരുമാനമെടുക്കുകയുമായിരുന്നു. പാർട്ടി പടുത്തുയർത്താൻ കഷ്ടപ്പെട്ടിട്ടുള്ളവരെ അവഗണിക്കുന്ന നിലപാട് അംഗീകരിക്കില്ലെന്നും ഇടതുമുന്നണിക്കൊപ്പം ചേർന്ന് പ്രവർത്തിക്കുമെന്നും ഷൈല ഇടിക്കുള പറഞ്ഞു. എൻ്റെ ഹസ്ബൻഡ് പഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റായിട്ട് 2 ടേമിൽ നിന്ന ആളാണ്. അതുപോലെ ഇവിടെ ചണ്ണപ്പെട്ട യൂണിയൻ്റെ പ്രസിഡൻ്റായിരുന്നു. അങ്ങനെ എല്ലാ മേഖലകളിലും അദ്ദേഹം അറിയപ്പെട്ട മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെയാണ് ഇന്ന് ഞാനും അറിയപ്പെടുന്നത്. എന്നിട്ട് പോലും അവർ ആ മനുഷ്യനെ ഒന്ന് ഓർക്കുകയോ അല്ലെങ്കിൽ ആ പുള്ളിയുടെ ഒരു ഇത് വെച്ച് തന്നെ എല്ലാവരും അത് തന്നെ, വാർഡിൽ എല്ലാവരും അത് തന്നെ പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥാനം വെച്ചിട്ടുണ്ടെങ്കിലും അമ്മാമ്മയ്ക്ക് നിങ്ങൾ സ്ഥാനം കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ഇവർ നമ്മളെ പൂർണ്ണമായി അവഗണിക്കുകയായിരുന്നു ഉണ്ടായത്. അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് LDFൻ്റെ സപ്പോർട്ടോടുകൂടി ഈ വാർഡിൽ നിന്ന് മത്സരിക്കാൻ താല്പര്യപ്പെടുന്നത്. കോൺഗ്രസിന് വലിയ സ്വാധീനമുള്ള വാർഡ് ഷൈല ഇടിക്കുളയിലൂടെ പിടിച്ചെടുക്കാൻ കഴിയുമെന്നാണ് ഇടതു കേന്ദ്രങ്ങൾ വിലയിരുത്തുന്നത്. അലയമൺ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കിഴക്കൻ മേഖല എന്ന് പറയുന്നത് ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് ബാലികേറാമലയായിരുന്നു. ബാലികേറാമലയായിരുന്നതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ ചണ്ണപ്പെട്ടയിൽ MG ഇടുക്കള കോൺഗ്രസിൻ്റെ അവസാന വാക്കായിരുന്നു. തൊഴിലാളി രംഗത്തായാലും സംഘടനാ രംഗത്തായാലും ഏത് പ്രതിസന്ധിയിലും കോൺഗ്രസിനെ പിടിച്ചു നിർത്തിയ ആ മനുഷ്യൻ മറ്റൊരു പ്രസ്ഥാനത്തിനും വളരാൻ കഴിയാത്ത രീതിയിൽ നിറഞ്ഞു നിന്നൊരു സാന്നിധ്യമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഈ നിർണായക ഘട്ടത്തിൽ അവിടെ സ്ഥാനാർത്ഥിയാകുമെന്ന് തന്നെയായിരുന്നു ഞങ്ങളുടെയൊക്കെ വിശ്വാസം. പക്ഷേ അവരുടെ വളരെ വേദന അനുഭവിക്കുന്ന സാഹചര്യത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോട് സഹകരിക്കുന്നതിന് യാതൊരുവിധമായ വൈമുഖ്യവും ഇല്ലെന്ന് അറിയിച്ചതിനെ തുടർന്ന് ഇന്നലെ പാർട്ടി ഏരിയ കമ്മിറ്റി അംഗമായ പ്രമോദ്, ഞങ്ങളുടെ ലോക്കൽ സെക്രട്ടറി അടക്കം ഉള്ള നേതാക്കൾ എത്തുകയും ലോക്കൽ കമ്മിറ്റി അംഗങ്ങളൊക്കെ എത്തുകയും ചെയ്ത് തീരുമാനം ഞങ്ങൾ അറിയിച്ചു. മത്സരിക്കാൻ സന്നദ്ധമാണെന്നുണ്ടെങ്കിൽ വാർഡ് തരാമെന്ന് അറിയിക്കുകയും അതനുസരിച്ച സാഹചര്യത്തിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയാവുകയും ചെയ്തു. ഷൈല ഇടിക്കുളയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം UDFന് വലിയ തിരിച്ചടിയാകുമെന്ന് ഒരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നു. അനുനയ നീക്കം തുടരുന്നതിനിടെ ഷൈല ഇടിക്കുള നാട്ടിലിറങ്ങി ഇടതു സ്ഥാനാർത്ഥിയായി വോട്ട് ചോദിച്ച് പ്രചരണവും ആരംഭിച്ചിട്ടുണ്ട്. നാട്ടുവാർത്ത, അഞ്ചൽ.